പണം എണ്ണാൻ പറ്റുമോ? എണ്ണാൻ കഴിയോ? ചിലരോ പറയും പിന്നെ എന്താ എണ്ണാൻ പറ്റാത്തതെന്നല്ലേ. എന്തിനാ ഇത് പറഞ്ഞറിയോ? സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ എണ്ണാൻ പറ്റുന്നതിന് മെനി എന്നും എണ്ണാൻ പറ്റാത്തതിന് മച്ചുമാണ് ഇടേണ്ടത്. ഹൗ മച്ച് ഓയിൽ എണ്ണാൻ പറ്റില്ല. ഹൗ മച്ച് പെട്രോൾ എണ്ണാൻ പറ്റത്തില്ല. അതേസമയം എത്ര രൂപയാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ഹൗ മെനി റുപ്പീസ് ഡു യു വാണ്ട്? രൂപ എണ്ണാൻ പറ്റും. 10 രൂപ, 20 രൂപ, 30 രൂപ എണ്ണാൻ പറ്റും. ഹൗ മെനി കോയിൻസ് ഡു യു ഹാവ്? എത്ര കോയിൻസ് ഉണ്ട് നിന്റെ കയ്യിൽ? കോയിൻസ് എണ്ണാൻ പറ്റും. അതുകൊണ്ടാണ് ഹൗ മെനി ഇട്ടത്. പക്ഷേ മണി, പണം, അതെണ്ണാൻ പറ്റില്ല. എണ്ണാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്താ? എനിക്കൊരു 10 രൂപ വേണം എന്ന് പറയുമ്പോൾ ഒരാൾ 10 രൂപ നോട്ട് കൊണ്ടുവരും, ഒരാള് 2 5 രൂപ നോട്ട് വരും, ഒരാളോ 10 1 രൂപ കോയിൻസ് കൊണ്ടുവരും, ഒരാൾ 2 രൂപയുടെ 5 കൊണ്ടുവരും. ഇതെല്ലാം കൂടി എല്ലാം നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. 10 രൂപ എന്ന് പറയുന്ന അളവ് നമുക്ക് പല രീതികളിൽ എടുക്കാം. അപ്പൊ അതുകൊണ്ട് അളക്കാൻ പറ്റത്തില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാമർ. അതുകൊണ്ടാണ് ഹൗ മച്ച് മണി ഡു യു വാണ്ട് എന്ന് ചോദിക്കുന്നത്. പിടികിട്ടിയോ? സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നമുക്ക് മനസ്സറിഞ്ഞ് ഗ്രാമർ പഠിക്കാം. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചാൽ പോരാ കേട്ടോ. അതിന് നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ ഓരോന്നെടുത്ത് ധാരാളം സംസാരിക്കണം. 175 മുതൽ 500 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. സോ യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.